എന്റെ ദൈവമേ, എനിക്ക് ഏത് നേരത്താണോ ചന്ദ്ര ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കാൻ തോന്നിയത്. അതുകൊണ്ടല്ലേ എനിക്ക് എന്റെ കുഞ്ഞിനെ മാറിപ്പോയത്. ഇതിപ്പോ 15 വർഷം കഴിഞ്ഞു. ഇനി ഞാൻ എവിടെ പോയി തരാനാ എന്റെ കുഞ്ഞിനെ? ആ, നമ്മുടെ ദിവാകരന്റെ മോള് ലിസി ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയോണ്ട് നമുക്കിതൊക്കെ അറിയാൻ പറ്റി. ഇല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റുമായിരുന്നോ നമുക്ക്? അന്ന് കൊച്ചിനെ മാറ്റിയ നേഴ്സ് തളർന്ന് കിടപ്പില്ല. നമ്മളോട് കാണിച്ച തെറ്റിന്റെ ശിക്ഷ അവൾക്ക് ഇപ്പൊ കിട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ലേ അമ്മ? ഇത്രയും കാലം ഞാൻ വല്ലവരുടെ കുഞ്ഞിനെയാണല്ലോ ലാളിച്ചുകൊണ്ടിരുന്നത്. അത് ഓർക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം വിധി. എനിക്ക് അന്നേ പന്തികേട് തോന്നിയതാ. നിന്റെ കളറാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ മോളിരിക്കുന്നത് നോക്ക്, വെളുവിള വെളുത്ത്. കുഞ്ഞു ജനിച്ചപ്പം ഒരു ഇരുണ്ട കളറ്. പിന്നെ അന്നത്തെ സാഹചര്യത്തില് ഒരു കുഞ്ഞു ജനിക്കുമ്പം കളറ് കുറവാന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പൊ എന്തായി? ഒടുക്കം എന്റെ തോന്നല് ശരിയായി. എനിക്കിത് അറിഞ്ഞപ്പോ തൊട്ട് ഒരു സമാധാനവും ഇല്ല. എന്റെ കൊച്ചിപ്പം എവിടെയാണോ എന്തോ, വല്ലതും കഴിച്ചോ ആവോ? അമ്മൂമ്മേ, ഓ എത്തിയല്ലോ. ആരാടി നിന്റെ അമ്മൂമ്മ? നീ എന്നെ അങ്ങനെ വിളിച്ചു പോയേക്കരുത്. അതെന്താ അമ്മൂമ്മേ, അമ്മൂമ്മ ഇപ്പം ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലേ? നീയും കേട്ടതല്ലേ ആ ലിസി വന്ന് പറയുന്നത്? നീ എന്റെ കൊച്ചുമോളല്ല, നീ വേറെ ആരുടെ കൊച്ചുമോളാ. നീ ഇനി എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കരുത്. അതിനുള്ള അർഹത നിനക്കില്ല. അമ്മേ, അമ്മൂമ്മ പറയുന്നത് കേട്ടില്ലേ? അമ്മൂമ്മ പറയുന്നത് ഞാൻ കേട്ടു. നീ ആരാ ശരിക്കും? നീ എന്റെ മോളൊന്നുമല്ല, അത് നിന്റെ അമ്മൂമ്മയല്ല. നീ വേറെ ആർക്കുണ്ടായ കുഞ്ഞാണ്. എന്റെ തലവിധി, എന്റെ കുഞ്ഞിനെ മാറിപ്പോയി എനിക്ക്. അമ്മേ, അമ്മ എങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അമ്മയുടെ മോള് തന്നെയാ. ഇല്ല, നീ എന്റെ മോളല്ല. ആ ലിസി എന്നോട് കള്ളം പറയത്തില്ല. നീ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്ക്. എന്റെ മുഖച്ചായ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അമ്മേ, ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അമ്മ ആ സ്നേഹം തരാതിരിക്കുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും അമ്മയ്ക്ക് അറിയാവോ? ആ, അത് നീ ഞങ്ങളുടെ പേരക്കുട്ടിയാന്ന് ഓർത്തിട്ടല്ലേ ഞങ്ങൾ ഇത്ര സ്നേഹം അങ്ങ് വാരിക്കോരി തന്നത്. അതല്ലാന്ന് അറിഞ്ഞപ്പോ തൊട്ടുണ്ടല്ലോ എന്റെ ഉള്ളിലെ സ്നേഹം അങ്ങ് പോയി, അത്ര തന്നെ. അമ്മേ, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എനിക്കും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. നീ എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. എനിക്ക് നിന്നെ കാണണ്ട. അമ്മേ, 2 ദോശ കൂടി വെക്കട്ടെ? മതി മതി, കൂടുതൽ കഴിച്ച ഗ്യാസ് കേറും. അല്ല, നീ എന്താ ഈ കാണിക്കുന്നേ? അല്ല, ഞാനും കാപ്പി കുടിക്കാൻ പോവാ. സാധാരണ ഞാൻ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നല്ലേ കഴിക്കാറ്. ഇന്നെന്നെ ആരും വിളിച്ചില്ല. അതൊക്കെ അങ്ങ് പണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മൂമ്മയെന്ന് വിളിക്കരുതെന്ന്. നീ ആ കസേരയെന്ന് എണീറ്റട്ടെ താഴെ വല്ലതും ചെന്നിരി. ഇനി തൊട്ട് നീ താഴെ ഇരുന്ന് കഴിച്ചാ മതി. അമ്മ, ഇങ്ങനെയൊന്നും എന്നോട് കാണിക്കല്ലേ, എനിക്ക് വിഷമാവും. നീ വിഷമിച്ച എനിക്ക് എന്താടി? നിന്നോട് പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞ തീരെ അനുസരണയില്ല. അതെങ്ങനെ അനുസരിക്കും? വല്ലവരുടെയും കൊച്ചല്ലേ, പിന്നെ പറഞ്ഞ അനുസരിക്കുവോ? അമ്മൂമ്മ, ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. എനിക്ക് കാപ്പി വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ടെങ്കിൽ കുടിക്കണ്ട. ഇവിടെ ആരും നിർബന്ധിക്കുന്നു നീ വിചാരിക്കണ്ട. അമ്മ കഴി. ചിന്നു, എനിക്കിപ്പോ ആ വീട്ടിലോട്ട് പോവാൻ പോലും തോന്നാറില്ലടി. അവിടെ ഉള്ളവരാരും ഇപ്പൊ പഴയ പോലെ എന്നോടൊന്നും മിണ്ടാറില്ല. നീ വിഷമിക്കാതെ ചിന്നു. എന്നാലും ഞാൻ ആലോചിക്കുവായിരുന്നേ, നിന്നെ ഇത്ര കാലം സ്വന്തം മോളായി കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം മോളല്ലാന്നറിയുമ്പം എങ്ങനെ ഇങ്ങനെയൊക്കെ തള്ളി പറയാൻ പറ്റുന്നേന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെന്ത് വീട്ടുകാരാടി നിന്റെ? ഞാനും അത് കുറെ ആലോചിച്ചു നോക്കി. പക്ഷെ പെട്ടെന്നുള്ള അവരുടെ മാറ്റം എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടി. എന്നെ എങ്ങനെ സ്നേഹിച്ചോണ്ടിരുന്നറിയോ? പെട്ടെന്നത് കിട്ടാതെ വരുമ്പോഴുള്ള വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പോട്ടടി, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും.
എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവുമല്ലോ. എന്നെ മനസ്സിലാക്കുന്ന ആരും തന്നെ ഇപ്പം ആ വീട്ടിലില്ല. പോട്ടടി, സാരമില്ല, എല്ലാം ശരിയാവും. നീ എന്തായാലും ഇപ്പൊ തൽക്കാലം വീട്ടിലോട്ട് ചെല്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് തോന്നുവാന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാ മതി, കേട്ടോ? ഡീ, നീ അവിടെ നിന്ന് നിന്നേ. എന്താ അമ്മേ? നിന്റെ കൈ കിടക്കുന്ന വളയും കൂരി തന്നെ. എന്തിനാ അമ്മേ? അതിങ്ങ് ഊരി താടി. കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട. ഇനി നീ കുപ്പിവള ഇട്ടാ മതി. നിനക്കേ സ്വർണവള ഇടാനുള്ള യോഗ്യതയൊന്നും ഇല്ല. അമ്മേ, ഇതെന്റെ പിറന്നാളിന് അപ്പൂപ്പൻ എനിക്ക് വാങ്ങിത്തന്ന വളയാ. അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് ഈ വള മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ഓ, അവളുടെ ഒരു അപ്പൂപ്പൻ. ആര് പറഞ്ഞു അത് നിന്റെ അപ്പൂപ്പനാന്ന്? സത്യം പറയാതെ എന്റെ അച്ഛൻ അങ്ങ് പോയി. ഇല്ലായിരുന്നെങ്കിൽ ഈ വള ഒരിക്കലും നിനക്ക് കിട്ടാൻ പോണില്ല. ഇതേ എന്റെ മോൾക്ക് അവകാശപ്പെട്ട വളയാ. ഇത് ഞാൻ എന്നെങ്കിലും അവൾക്ക് കൊടുത്തോളാം. അപ്പൊ ഞാൻ ആരാ അമ്മേ? ഞാനും അമ്മയുടെ മോളല്ലേ. എന്നെ ഇതിനു മാത്രം വെറുക്കാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഒന്നും ചെയ്യണ്ട. എനിക്കിപ്പോ ഈ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ നീ. അമ്മേ, അമ്മ ഇട്ട ബോംബ് ഏറ്റിട്ടുണ്ട്. ഇപ്പൊ ആ ബോംബ് ആ വീട്ടിൽ കിടന്ന് പുകയുവാ. അത് പിന്നെ അങ്ങനല്ലേ മോളെ വരൂ. ഈ അമ്മ ആരാന്നുള്ള കാര്യം അവരിനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം അമ്മേ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അവള് നിന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അറിയാൻ പറ്റും. ആ വീട്ടുകാര് ഒരിക്കലും അറിയാൻ പാടില്ല നീ എന്റെ മോളാന്നുള്ള കാര്യം. പ്രത്യേകിച്ച് നിന്റെ കൂട്ടുകാരി. ഇല്ലമ്മേ, അവൾ അത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ അവള് ചേർന്ന കോളേജിൽ ഞാൻ ചെന്ന് ചേർന്നതും അവൾ എടുത്ത സെയിം സബ്ജക്റ്റ് ഞാൻ എടുത്തതും അവളുടെ തൊട്ടടുത്തിരുന്ന് അവളെ എന്റെ ഫ്രണ്ടാക്കി മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടി ചെയ്യാൻ എനിക്ക് പറ്റും. ഇനി വേണം മോളെ നീ ആ വീട്ടിൽ കയറി പറ്റാൻ. നീ അവരുടെ സ്വന്തം മോളാണെന്ന് ഞാൻ വരുത്തി തീർക്കും. നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ, അങ്ങേര് എന്നോട് ചെയ്ത ചതിക്ക് ഇങ്ങനെയായിരിക്കും ഞാൻ ആ കുടുംബത്തോട് പ്രതികാരം വീട്ടാൻ പോകുന്നത്. എന്നെ ചതിച്ച് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് അങ്ങേരങ്ങ് വിചാരിച്ചു. പക്ഷെ ഞാൻ പ്രതികാരം ചെയ്യുന്നതിന് മുന്നേ കാലൻ അങ്ങേരെ അങ്ങ് നേരത്തെ വിളിച്ചു. അങ്ങേര് പോയാലെന്താ? അങ്ങേരുടെ കുടുംബം ഉണ്ടല്ലോ ഇവിടെ. അങ്ങേരുടെ ആത്മാവ് കാണണം സ്വന്തം മോള് തെരുവിൽ കിടന്ന് അലയുന്ന കാഴ്ച. എന്റെ മോളാണ് ആ കുടുംബത്തെ സ്വത്ത് അനുഭവിക്കേണ്ടത്. അതൊരിക്കലും ഞാൻ വേറൊരാൾക്ക് വിട്ടുകൊടുക്കത്തില്ല. എന്റെ മോള് മാത്രം മതി അങ്ങേരുടെ സ്വത്തിന് അവകാശി. വേറെ ഒരുത്തിയും വേണ്ട. അമ്മയുടെ കൂടെ ഞാനുണ്ട്. എന്റെ അച്ഛന്റെ സ്വത്ത് അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് ഈ ലോകത്ത് ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അത് മാത്രമല്ല, എന്റെ അമ്മയെ ചതിച്ച അച്ഛനെയും അച്ഛന്റെ ആ കുടുംബത്തെ ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല. ഇത് അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാ. നേരാണോ ലിസി നീ പറയുന്നത്? എന്റെ മോൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാവോ? അതെ ചേച്ചി, എനിക്കറിയാം നിങ്ങളുടെ മോൾ എവിടെയുണ്ടെന്ന്. നിങ്ങളുടെ മോള് ജനിച്ചപ്പം ഇടതുകവളിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു. ആ മറുക് വെച്ച് ഞാൻ അവളെ കണ്ടുപിടിച്ചു. എനിക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ ലിസി? കാണാൻ പറ്റുമോന്നോ? ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അവളുടെ വളർത്തച്ഛനും വളർത്തമ്മയും 2 മാസം മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പം അവൾ ഒറ്റയ്ക്കാ, ഒരു അനാഥയെ പോലെ. നിങ്ങൾക്ക് സ്വന്തം മോളെയല്ലേ ആവശ്യം? ഞാനവളെ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. എങ്കി വേഗം ആവട്ടെ ലിസി. എനിക്ക് എന്റെ സ്വന്തം കൊച്ചുമോളെ കാണാൻ കൊതിയാവുന്നു. ആ, നീ കിടക്കാൻ പോവായിരുന്നോ? അതെ അമ്മേ.
പിന്നെ ഈ റൂം ഒന്ന് മാറി തരേണ്ടി വരും. എന്തിനാ അമ്മേ? ഇതെന്റെ റൂമല്ലേ. നിന്റെ റൂമോ? നിനക്കാരെങ്കിലും ഈ റൂം എഴുതി തന്നിട്ടുണ്ടോ? അല്ലമ്മേ, ഇപ്പൊ ഞാൻ എന്തിനാ ഈ റൂം മാറുന്നേ? നീ ചെവി തുറന്ന് കേട്ടോ. എന്റെ സ്വന്തം മോളെ ഞാനിന്ന് കണ്ടു. അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അവളുടെ റൂമാ. സ്വന്തം മോളോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ അത്? മോളെ, നീങ്ങുവാ. ചിന്നു, നീ എന്താ ഇവിടെ? ഓ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഇതാണ് എന്റെ സ്വന്തം മോള് ചിന്നു. നീ കണ്ണു തുറന്നൊന്ന് കണ്ടോ? കണ്ടില്ലേ നീ അച്ഛന്റെ മുഖത്തെ അതേ കറുത്ത പാട്? അതെന്റെ സ്വന്തം മോൾക്കാ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പരം വേറെ എന്ത് തെളിവ് വേണം ഇതെന്റെ മോളാന്ന്? നീ ഇന്ന് തൊട്ടേ അമ്മൂമ്മയുടെ റൂമിൽ കിടന്നാ മതി. അവിടെ നിലത്ത് താഴെ പാ വിരിച്ച് കിടന്നാ മതി. രാത്രിയില് അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായം ആവുമല്ലോ. എന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോടി ഈ റൂമിന്ന്. ചിന്നു, എന്റെ മോള് പറഞ്ഞത് കേട്ടില്ലേടി? ഇറങ്ങിപ്പോടി. ചിന്നു, നിനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടല്ലേ കണ്ടിരുന്നത്. എന്നിട്ടും നീ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? നിന്റെ സങ്കടങ്ങൾ എന്നോട് പറയുമ്പം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ വീട്ടുകാരെ പറ്റിയാ നീ ഇങ്ങനെ പറയുന്നേന്ന്. ഞാൻ അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങളല്ലേ നീ തട്ടിയെടുത്തത്? ചിന്നു, ഞാൻ എന്ത് തട്ടിയെടുത്തെന്നാ നീ പറയുന്നത്? നിനക്കറിയാവുന്നതല്ലേ എല്ലാം. എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ മാത്രം ഞാൻ അതിന് എന്ത് തെറ്റ് ചെയ്തു? നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തണം. ഇത്രയും കാലം എനിക്ക് അവകാശപ്പെട്ട നീ അനുഭവിച്ചില്ലേ? ഇനി ഞാൻ എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ സ്നേഹം അനുഭവിക്കട്ടെ. ഇവിടത്തെ അവകാശം ഇപ്പൊ ഞാനാ, നീ ആരുമല്ല. ചിന്നു, നീ എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞു പോലും നീ എന്റെ അടുത്ത് വരരുത്. മോളെ, ചിന്നു, മോൾ ഇവിടെ വന്ന് നിക്കുവാണോ? വാ, അമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്ക്. നീ എന്ത് നോക്കി നിക്കുവാടി? ചെന്ന് അമ്മൂമ്മയുടെ കാലിൽ കുഴമ്പിട്ട് കൊടുക്ക്, ചെല്ല്. മോളെ ചിന്നു, ഈ വള ഇനി നിനക്ക് അവകാശപ്പെട്ടതാ. മോളുടെ അപ്പൂപ്പൻ മോൾക്ക് വേണ്ടി വാങ്ങിവെച്ച സ്വർണവളയാ. ഇനി ഈ വള ഇട്ട് വേണം മോള് നടക്കാൻ. സ്വർണവളയോ? ശരി അമ്മേ. മോളെ, ഇത് അപ്പൂപ്പന്റെ പിറന്നാൾ സമ്മാനാ. ഇനി അപ്പൂപ്പൻ എത്ര കാലം കാണൂന്നറിയത്തില്ല. അതുകൊണ്ട് മോളിത് അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം. അയ്യോ, അപ്പൂപ്പ അങ്ങനെ പറയല്ലേ. മോളാ വളയൊന്ന് കയ്യിലിട്ടെ, അപ്പൂപ്പനൊന്ന് കൺകുളിർക്കെ കാണട്ടെ. നമ്മുടെ പ്ലാനൊക്കെ എന്തായാലും വർക്കൗട്ടായി അമ്മേ. ഇവിടുള്ളവര് ഞാനിപ്പോ ഇവിടുത്തെ സ്വന്തം കുട്ടിയാന്നാ വിചാരിച്ചിരിക്കുന്നത്. എനിക്കിന്ന് സ്വർണവളയൊക്കെ തന്നു. ഞാനെന്ന് വെച്ചാ അവർക്കിപ്പൊ ജീവനാ. അതെന്തായാലും നന്നായി. നിനക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാ അത്. ഇനി വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും നീക്കാൻ. അത് ഞാൻ ഏറ്റമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. ചേടാ, ഞാനത് ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. അതിപ്പോ എവിടെ പോയി?
അമ്മ എന്താ ഈ തിരയുന്നത്? ഞാൻ കുളിക്കാൻ നേരം എന്റെ മാല ഊരി ഷെൽഫിൽ വെച്ചിട്ടാ പോയത്. ഇപ്പൊ കുളി കഴിഞ്ഞ് വന്നപ്പോ മാല കാണുന്നില്ല. ശരിക്കും നോക്കിയോ? ഇവിടെ തന്നെയാണോ വെച്ചത്? എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഞാനത് കുളിക്കാൻ നേരം ഇവിടെ തന്നെ ഊരി വെച്ചത്. ചേടാ, എന്നാലും അത് എവിടെ പോയി? അമ്മൂമ്മേ, ആ കീർത്തി അമ്മൂമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി മാല അവളാണോ എടുത്തത്? അപ്പൊ അവള് തന്നെ. വേറെ ആർക്കും ധൈര്യം വരത്തില്ല അമ്മൂമ്മയുടെ മാല എടുക്കാൻ. ഡി കീർത്തി! എന്താ അമ്മേ? നിന്നോട് ആരടി പറഞ്ഞത് അമ്മൂമ്മയുടെ റൂമിൽ കയറി മാല മോഷ്ടിക്കാൻ? ഞാൻ അമ്മൂമ്മയുടെ മാല മോഷ്ടിക്കാനോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ അമ്മൂമ്മയുടെ മാല മോഷ്ടിക്കുന്നേ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. അമ്മേ, ഇവളുടെ ബാഗ് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ അറിയാലോ. അത് നേരാ മോള് പറഞ്ഞത്. മോള് ചെന്ന് വേഗം ഇവളുടെ ബാഗ് എടുത്തിട്ട് വാ. ഇതാ അമ്മേ ഇവളുടെ ബാഗ്. എന്തുവാടി ഇത്? നീ ഇപ്പൊ മോഷണം തുടങ്ങിയോ? എന്റെ ഭഗവാനെ, ഇത്രയും കാലം പാമ്പിൻ കുഞ്ഞിനാണല്ലോ പാല് കൊടുത്തത്. കണ്ടോ, ഒരവസരം വന്നപ്പോ ഇവള് തിരിഞ്ഞു കൊത്തിയത് കണ്ടോ? അമ്മേ, ഞാൻ ഒരിക്കലും ഈ മാല മോഷ്ടിച്ചിട്ടില്ല. ഈ മാല എങ്ങനെ എന്റെ ബാഗ് വന്നേന്ന് പോലും എനിക്ക് അറിയില്ലമ്മേ. പാവം, ഈ മാല തന്നെ നടന്നു വന്ന് നിന്റെ ബാഗിനകത്തോട്ട് കേറിയതായിരിക്കും. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടിട്ട്? നിനക്ക് എന്ന് തുടങ്ങി ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ? നിന്നെ പോലുള്ള പെരുങ്കള്ളിക്കേ ഈ വീട്ടിലെ സ്ഥാനമില്ല. ഇറങ്ങിക്കോണേ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന്. അമ്മ, അമ്മ അങ്ങനെ പറയല്ലേ. ഞാൻ അമ്മൂമ്മയുടെ മാല മോഷ്ടിച്ചിട്ടില്ല. ഞാൻ സത്യ പറയുന്നേ. അമ്മ എന്നെ ഇവിടെ ഇറക്കി വിട്ട ഞാൻ വേറെ എവിടെ പോവും? നീ എവിടെ പോയാലും എന്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒന്നുമില്ല. അമ്മേ, ഇവളോട് ഇറങ്ങി പോവാൻ പറ. മോള് പറഞ്ഞത് കേട്ടില്ലേടി? എന്താന്ന് വെച്ചാൽ എടുക്കാനുള്ളത് എടുത്തിട്ട് വേഗം ഇറങ്ങി പൊക്കോണം. അവളുടെ ഒരു ബാഗ്. മോളുടെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്. മോള് കുളിക്കുവാണോ? ഇത് ലിസിയുടെ നമ്പറാണല്ലോ. ലിസി എന്തിനാ മോളെ വിളിക്കുന്നേ? ചിലപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിരിക്കും. ലിസിയുടെ മെസ്സേജ് അല്ലേ? സംശയോ? എന്ത് സംശയം? ലിസി എന്തിനെ കുറിച്ചായിരിക്കും മോളോട് ചോദിച്ചത്? കണ്ടുപിടിക്കണം.